എല്ലാവരും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഒന്നും ഇല്ലാട്ടാ, നല്ല മഴ. ഗുഡ് ഒന്നല്ല, ബാഡ് മോർണിംഗാ. ഇന്ന് സ്കൂളില്ല ഉണ്ണിക്ക്. ഇന്നലെ ഉണ്ടായിരുന്നു, ഒന്നുമില്ല കേട്ടാ. അല്ലാതെ കഷ്ടമാണ്. ഇവിടെ അവധിയാണ്. മുരിങ്ങക്കായ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഏട്ടന്നലെ. സിമ്പിളായിട്ട് ഒരു ഒഴിച്ചു കയറിയാണ് കേട്ടാ. മുരിങ്ങക്കായ് വെച്ചിട്ട് വളരെ സിമ്പിളാണ്. എല്ലാ കാര്യം സിമ്പിൾ തന്നെ, ഇത് സിമ്പിളാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടാ. നല്ല അടിപൊളി വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. നല്ല അടിപൊളി മുരിങ്ങക്കായ്, സൂപ്പർ നല്ല കിളുന്ത് മുരിങ്ങക്കായ്. വിലയും കുറവ് കിട്ടുക. ഇനി ഓണാകുമ്പോഴാണ് വില കൂടുക. എല്ലാവരും സേഫ് അല്ലേ? നമ്മളും സേഫ് തന്നെ. ഇപ്പോൾ ഇതുവരെ ഒന്നും കുഴപ്പമില്ല. ഇതുവരെയുള്ള അറിവുകളിൽ നമ്മൾ സേഫിലാണ്. എല്ലായിടത്തും വെള്ളപ്പൊക്കമാണ്. നമുക്ക് ഒരു പച്ചമുളക് വലിപ്പം കടിയപ്പെട്ട് എടുക്കട്ടെ. നല്ല മഴ ഇടയ്ക്ക് പുറത്തേക്ക് പോകാൻ നടക്കുന്ന കാരണം പൊക്കിയിട്ടില്ല. അന്ന് അവിടെ പാത്രം കഴിയും. മഴ വേണോ? നല്ല മഴ. ഇത് കുറച്ച് കൂടിപ്പോയി, ഇത് കുറച്ച് കൂടിപ്പോയി മഴ. ആന്ന് ഇത് അടക്കി പൊട്ടിച്ചിട്ട പോലെ ഉണ്ട്. അടക്കി പൊട്ടിച്ചിട്ട പോലെ ഉണ്ട്. ആദ്യം നമുക്ക് പരിപ്പ് വേവിക്കാൻ വെക്കാം. ഒരു ഗ്ലാസ് തോരപ്പരിപ്പ് കേട്ടോ. ചെറിയൊരു ഗ്ലാസ്സിലാണ്. നന്നായി കഴുകിയതാണ് കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു വിസിൽ വരട്ടെ, ഒരു വിസിൽ മതി കേട്ടോ. പരിപ്പ് വേകട്ടെ. അപ്പോഴേക്ക് തേങ്ങ അരച്ചിട്ട് വരാം കേട്ടോ. ചെറിയൊരു മുറി തേങ്ങ, 2 ചെറിയ ഉള്ളി, അര ടീസ്പൂൺ നല്ല ജീരകം, 3 കൂടി നന്നായി അരച്ചിട്ട് വരാം കേട്ടോ. പരിപ്പ് എന്താ നോക്കാം. ഒറ്റ വിസിലിട്ടാ പരിപ്പ് വന്നു. പെട്ടെന്ന് വേഗം പരിപ്പ്. ഞാൻ ചട്ടിയിലേക്ക് മാറ്റാം. പരിപ്പ് ചട്ടിയിലേക്ക് മാറ്റട്ടെ. ഇതിലേക്ക് നമുക്ക് മുരിങ്ങക്കായ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 4 മുരിങ്ങക്കായ് ഉണ്ട്. 4-5 നോക്കിട്ടോ. മുരിങ്ങക്കായ 2 പച്ചമുളക്, 2 തക്കാളി ഇട്ടാ. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടാ. ഉപ്പിട്ട് കൊടുക്കുക. പാത്രം നിറച്ച വേഗട്ടെ കേട്ടാ. അടച്ചു വെച്ചിട്ട് വേഗട്ടെ. മുരിങ്ങക്കായ് വന്നാൽ നോക്കട്ടെ കേട്ടോ. നന്നായി വെന്തു കേട്ടാ. ഇനി നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം വെച്ച് കൊടുക്കട്ടെ. ഒന്ന് തിളക്കട്ടെ. അരപ്പൊഴിച്ചിട്ട്
അരപ്പ് വെച്ചിട്ട് കറി തിളച്ചുട്ടാ. ഓഫാക്ക. താളിച്ചൊഴിക്കട്ടാ. ചീഞ്ചട്ടി ചൂടാവട്ടെ കേട്ടോ നന്നായിട്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവട്ടെ. കടുകിട്ട് കൊടുക്കുക. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കട്ടോ. 2 ഉണക്കമുളക്, കറിവേപ്പില. വെളുത്തുള്ളി അതിൻ്റെ മണം. അതെ അതെ. ചെറിയ ഉള്ളി ഇടാം. വെളുത്തുള്ളി നല്ല ടേസ്റ്റ് ആക്കാം. ഇങ്ങനെ വെളുത്തുള്ളി വാടി വരട്ടെ. ഓഫാക്കുക. കുറച്ച് മുളക് പൊടി ഇട്ടാൽ കളറിനാണ്. ഒഴിച്ച് കൊടുക്കട്ടെ. അടിപൊളി കറി. എന്താ കളറ്. ഇതേപോലെ നിങ്ങൾ വെക്കുന്ന കമൻറ്റ് ചെയ്യട്ടാ. കണ്ടോ സൂപ്പർ കറി. പപ്പടം കൂടി ഉണ്ടെങ്കിൽ ചോറ് അടിപൊളിയാണ്. ചീര തോരൻ വെക്കട്ടെ കേട്ടോ. ഉപ്പേരി. ചീരത്തോരൻ റെഡി. അയ്യോ കഴി മത്തിയായി. എന്തേ എത്ര പ്രാവശ്യം കഴിയണം അറിയോ? ഒരു പുഴു കിട്ടി. കടുകിട്ട് കൊടുക്കുക. വാങ്ങി ചീരക്ക് ഭയങ്കര പ്രശ്നമാണ്. നല്ല ചീര കിട്ടി. കിട്ടാനേ വഴിയില്ല കേട്ടോ ചീര. അപ്പോൾ ഇനി ഉണ്ടാക്കണം. മഴയൊക്കെ ഒന്ന് പോട്ടെ. സവാളയും പച്ചമുളകും. ഇന്നലെ കുടിക്കാൻ മഴയാണ് ഇവിടെ. ഉപ്പിട്ട് കൊടുക്കട്ടെ. കണ്ടോ ചുമന്ന ചീര. ഇപ്പൊ കുറയോ? ഇപ്പൊ താഴും. കാണുമ്പോഴൊരു ഭീകരതയുള്ളൂ. നിറച്ച് വെക്കട്ടെ കേട്ടോ. ഇപ്പൊ തന്നു. ചീര താന്നില്ല കേട്ടോ. സവാള മാത്രമേ പച്ച കളറായി. ചേട്ടൻ നന്നായി ആയിരുന്നില്ല. വലുതാക്കിയിട്ട് ആയിരുന്നു. നല്ല കഴിക്കുമ്പോൾ നൂഡിൽസ് പോലെ വരുള്ളൂ അല്ലേ? തേങ്ങ ചീരപ്പേര് പെട്ടെന്നാവും. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കട്ടോ. കാരണം എന്താ അറിയോ? ചീരക്ക് വേവില്ല. നമ്മുടെ ചീരത്തോരൻ ഇവിടെ ആയിട്ടാ. ചോറ് കഴിക്കാം. ചോറിന് എല്ലാവരും ചേട്ടാ ഊന്ന് കഴിക്കണ്ട. എങ്ങനെയുണ്ട് ചേട്ടാ കൂട്ടാൻ? അടിപൊളി. ചീരയും സൂപ്പർ. ആവി പോണ ചോറ്. കുറച്ച് സൂപ്പർ മഴ. നല്ല ചൂട് ചോറ്. നല്ല ചൂട് ചോറ്. ഇങ്ങനെ കഴിക്കുന്നവരുണ്ടോന്ന് പറയാ. സൂപ്പറാ. അത്രേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ. ബൈ.